നമസ്കാരം. വഖഫ് പ്രമേയത്തെ വിമർശിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകളും അഭിപ്രായ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളുമെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുകയാണ്. LDFും UDFും വഖഫ് വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ വയ്യ. ഈ സാഹചര്യത്തിൽ വിഷയത്തിൽ PC ജോർജിനെ പിന്തുണച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പ്രചരിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് S എന്നയാളുടേത് എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. PC ജോർജ് ഒരിക്കൽ പറയുകയുണ്ടായി, 50 വർഷത്തോളം നിയമസഭാ സാമാജികനായിരുന്ന അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് ഒരിക്കൽ നിയമസഭയിൽ താൻ ഇല്ലല്ലോ എന്നോർത്ത് വല്ലാതെ വിഷമം തോന്നിയതെന്ന്. LDFും UDFും കൂടെ വഖഫ് പ്രമേയം ഐക്യകണ്ഠേന പാസാക്കിയ ദിവസമായിരുന്നു അത്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും സ്പീക്കറിന്റെ ഡയസിൽ കയറി ആ പ്രമേയം വലിച്ചു കീറി എറിഞ്ഞേനെ. ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് ഇത് അനീതിയാണ് എന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും വിളിച്ചു പറഞ്ഞേനെ. പക്ഷെ ഒന്നും നടന്നില്ല. കേവലം 8% മാത്രം വോട്ട് ഷെയറുള്ള മുസ്ലിം ലീഗിന്റെ 15 MLA മാർ അവിടെ വഖഫിനെ സംരക്ഷിക്കാൻ ഉറഞ്ഞു തുള്ളുമ്പോൾ 20% വോട്ടുള്ള BJP നിയമസഭയുടെ പടിവാതിക്കലെത്താൻ പോലും വയ്യാതെ മാറ്റി നിർത്തപ്പെടുകയാണ്. വഖഫ് എന്നത് മുസ്ലിം മത നിയമമാണ് എന്നും ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ശരീഅത്ത് നിയമം അടിസ്ഥാനപ്പെടുത്തിയ ഇത്തരം നിയമങ്ങൾ കോടതിയും ട്രിബ്യൂണലുകളും പിന്തുടരുന്നത് ശരിയല്ല എന്നും കരുതുന്നവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും. പക്ഷേ കേരള നിയമസഭയുടെ നിലപാടാണ് കേരളത്തിന്റെ ഔദ്യോഗിക നിലപാടായി കണക്കാക്കുന്നത്. അതായത് ഇവിടെ പൊതുജനങ്ങൾക്കൊക്കെയും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്ന നിയമസഭയിൽ ചില പ്രത്യേക വിമർശന ശബ്ദങ്ങൾ ഉയരരുത് എന്ന് ശഠിക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് അതിശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. പൂഞ്ഞാറിൽ ഉയർന്ന അത്തരം ശബ്ദം ആസൂത്രിതമായി അടിച്ചമർത്തിയതും നിയമത്തുയർന്ന ശബ്ദം പൂട്ടിക്കെട്ടിയതുമൊക്കെ കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണ്. പാലക്കാട് സന്ദീപ് വാര്യരെ വിലക്കെടുത്ത് ലീഗ് നടത്തുന്ന കളികളും ഇതേ ഉദ്ദേശത്തിൽ തന്നെയാണ്. ഏത് മുന്നണി ഇവിടെ അധികാരത്തിലെത്തിയാലും ഇവിടെ ഭരിക്കുന്നത് ഒരു ഡീപ് സ്റ്റേറ്റ് ആണ്. ലീഗും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തുടങ്ങി SDPI വരെ ആ സംവിധാനത്തിലുണ്ട്. അവരുടെ പ്രധാന ലക്ഷ്യം BJPയെ അടുപ്പിക്കാതിരിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് നിന്നും ഒരു പ്രതിനിധി വഖഫിന് എതിരായി മുനമ്പത്തെ വയനാട്ടിലെ ചാവക്കാട്ടിലെ കണ്ണൂരിലെ പാലക്കാട്ടെ ഒക്കെ പാവങ്ങൾക്ക് അനുകൂലമായി പരിധി വിട്ട ന്യൂനപക്ഷ ലാളനയ്ക്കും താലോലിക്കലിനും എതിരായി ശബ്ദിക്കാൻ നിയമസഭയിൽ ഉണ്ടാകണം. ഇവിടെ ഇടത് വലത് കക്ഷികൾ നടത്തുന്ന കൂട്ടുകൃഷിക്കെതിരെയും സത്യം പറയുന്നവരെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് അവരെ നിസ്സംഗരും നിശബ്ദരുമാക്കുന്ന കുടില ബുദ്ധിക്കെതിരെയും നിയമസഭയിൽ ശബ്ദമുയരണം. ഇതാണ് ഈ പോസ്റ്റിന്റെ ഉള്ളടക്കം.